ദൈവം തന്ന ആയുസ്സും ആരോഗ്യവും ജീവിതവും ധനവും നമുക്കുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നതിനായി ദൈവം തന്നതാണ്. പക്ഷേ നിസ്സാരമായ കാര്യങ്ങളുടെ മുൻപിൽ മനുഷ്യ മനസ്സ് തകർന്നുപോയി ദൈവം എന്നോട് എന്തിന് ഇങ്ങനെ ചോദിച്ചുവെന്ന് ആത്മതപനം ചെയ്യുന്ന മനുഷ്യന്മാരായി നമ്മൾ പലപ്പോഴും അധപതിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ നിരാശ. സന്തോഷങ്ങളാണ് എങ്കിൽ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ ഒരുങ്ങും. എന്നാൽ ചില അവസരങ്ങളിൽ ദൈവത്തെ വിസ്മരിച്ചും പോകുന്നുണ്ട്. ദുഃഖങ്ങളാണ് വരുന്നതെങ്കിൽ എന്തുകൊണ്ട് ദൈവം എനിക്കിത് വരുത്തി എന്ന് പറഞ്ഞ് ദൈവത്തോട് പഴിചാരുന്ന മനുഷ്യനെയാണ് പലപ്പോഴും നാം കണ്ടെത്തുന്നത്. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ക്രിസ്തു കൂടെയുള്ളപ്പോൾ ക്രിസ്തുവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ ഒരുക്കമുള്ളവനാണ്. ക്രിസ്തു കൂടെയുള്ളപ്പോൾ ക്രിസ്തുവിന്റെ ജീവിതവുമായി സമരസപ്പെട്ടുകൊണ്ട് സൗഖ്യം നൽകുവാനും മരിച്ചവനെ ഉയർപ്പിക്കുവാനും അവന്റെ രക്ഷാകരമായ പദ്ധതിയിൽ ഭാഗവാക്കാകുവാനും പത്രോസ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു പിടിക്കപ്പെട്ടു, ക്രിസ്തു മരിക്കപ്പെടുമെന്ന ബോധ്യം പത്രോസിനുണ്ടായപ്പോൾ പത്രോസ് പതറിപ്പോയി. പത്രോസ് പിന്നെ നിലനിൽപ്പില്ല. പത്രോസിന്റെ വ്യക്തിത്വം നേരെ തകിടം മറിയുകയാണ്. അത്രയും നാളും ഏറ്റുപറഞ്ഞിരുന്ന വായ 3 പ്രാവശ്യം ക്രിസ്തുവിനെ തള്ളി പറയുവാനായിട്ട് ഒരുങ്ങുന്നു. സ്നേഹിതരെ, ജീവിതത്തിന്റെ ചില നൈമിഷികമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ദൈവകൃപ ഇല്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ഈ പത്രോസിനെ പോലെ പ്രശ്നങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ നിരാശകൾ വരുമ്പോൾ പ്രത്യാശയോടെ അതിനെ കാണുവാൻ സാധിക്കാതെ ജീവിതത്തെ നശിപ്പിക്കുവാനും ഹോമിക്കുവാനും ഒരുങ്ങുന്ന ഈ തലമുറയോട് പത്രോസ്ലീഹ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ, തൻ്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് പത്രോസ് പ്രത്യേകമായിട്ട് വിവരിച്ചു തരികയാണ്. ഒരു നിമിഷം കൊണ്ട് പത്രോസ്ലീഹയെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഞാനെന്ന വ്യക്തിയെ ഈ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. എൻ്റെ മുൻപിലിരിക്കുന്ന ഈ ഇസ്രായേൽ ജനമാകുന്ന ദൈവത്തിന്റെ ജനത്തോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. ഈ ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല, നിങ്ങൾക്കും എന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെയോ ഒരു വ്യക്തിയെ പഠിക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും അവന്റെ ജീവിതത്തിന്റെ സമഗ്രമായ ഒരു പഠനമാണ് അവന്റെ വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് പത്രോസിന്റെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ജീവിതത്തിന്റെ ചില ഭാഗങ്ങളെ എടുത്തുകൊണ്ട് ഒരു പക്ഷേ ഈ വക കാരണങ്ങളാകാം പത്രോസിന്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നാമത്, പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ പരാജയം എന്ന് പറയുന്നത്, പത്രോസ് തന്റെ ജീവിതം കൊണ്ട് ഒന്നാമത്തെ പരാജയ സംഭവമായി മാറുന്നത് സ്വയത്തിലുള്ള അമിതമായ വിശ്വാസം. സ്വയത്തിലുള്ള അമിതമായ വിശ്വാസം. ഇംഗ്ലീഷ് ഭാഷയിൽ ഇങ്ങനെ പറയാം, ഓവർ കോൺഫിഡൻസ്. പത്രോസിന്റെ ജീവിതത്തിൽ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം അതാണ്, സ്വയത്തിലുള്ള അമിതമായ വിശ്വാസം. അത് ഞാൻ പ്രൂഫ് ചെയ്ത് തരാം. കാരണം സകല ശിഷ്യന്മാരും കൂടി ഒന്നിച്ചിരിക്കുന്നു. 12 പേരും ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കുന്നു. അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് സംസാരിക്കുന്നു. ക്രിസ്തു അപ്പം നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. ശിഷ്യന്മാരുടെ സന്തത സഹചാരിയായി, സുഹൃത്തായി ക്രിസ്തു കൂടെയുണ്ട്. ഈ സാഹചര്യത്തിൽ ക്രിസ്തു പറയുന്നുണ്ട്, എല്ലാവരും എങ്കിൽ നിന്ന് ഇടറിപ്പോകും. പത്രോസേ, നീ എന്നെ തള്ളി പറയും. ക്രിസ്തു പറയുമ്പോൾ പത്രോസ് ഒരുപക്ഷെ തൻ്റെ മനസ്സിൽ ദേഷ്യമുണ്ടാവാം, ഒരുപക്ഷെ തൻ്റെ മനസ്സിൽ അമർഷമുണ്ടാകാം. പത്രോസ് വളരെ വേഗം ചടുലതയോടെ പത്രോസ് പറഞ്ഞു, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരിക്കലും നിങ്ങൾ ഇടറുകയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ,
ഈ ഇരിക്കുന്ന 11 പേര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയുകയില്ല. ആ ഒരു വാക്ക് അവിടെ വളരെ ശക്തമാണ്. എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരിക്കലും നിങ്ങൾ ഇടറുകയില്ല. ഞാൻ എന്ന ഭാവത്തെ പത്രോസ് കാണിക്കുവാനായിട്ട് ഒരുങ്ങി. പത്രോസ് ഞാൻ എന്ന ഭാവത്തോടെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. പത്രോസിന് തൻ്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ ഒന്നാമത്തെ പടി ചവിട്ടുകയാണ്. ഞാൻ എന്ന ഭാവത്തോടെ പത്രോസ് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങി. ക്രിസ്തു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്വാർത്ഥപൂർണമായ ജീവിതത്തെ പത്രോസ് കാണിക്കുവാൻ തുടങ്ങി. ഇവരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് സ്വയത്തിൽ വിശ്വസിച്ചുകൊണ്ട് പത്രോസ് പറയാൻ തുടങ്ങിയത് പത്രോസിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ പരാജയത്തിന്റെ പടിയാണ്. ഞാൻ എന്ന ഭാവം ഉണ്ട് എങ്കിൽ അവിടെ പരാജയം സംഭവിച്ചിരിക്കും. പൂർവസൂരികളായ പിതാക്കന്മാർ പറയുന്നത് പോലെ സ്വാർത്ഥതയുടെ ഏറ്റവും സമുന്നമായ ഭാവമാണ് ഞാൻ എന്ന പദം. സ്വാർത്ഥത സൂചിപ്പിക്കുവാൻ സ്വാർത്ഥത പ്രവർത്തിക്കണ്ട, സ്വാർത്ഥത സൂചിപ്പിക്കുവാൻ സ്വാർത്ഥത പ്രസംഗിക്കണ്ട. എന്നാൽ ഞാൻ എന്ന ഭാവത്തോടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങുമ്പോൾ, ഞാൻ എന്ന ഭാവത്തോടെ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്ന പരാജയമാണ്, സംഭവിക്കുന്നത് ജീവിതത്തിന്റെ അപജയമാണ്. സിൻ എന്ന് പറയുന്ന വാക്ക്, അതിന്റെ അർത്ഥം നമുക്കറിയാം. സിൻ എന്ന് പറഞ്ഞാൽ പാപം. ഈ SIN, ഈ പാപത്തിന്റെ നടുവിലത്തെ വാക്ക് I സ്റ്റാൻഡ്സ് ഫോർ I, ഞാൻ തന്നെ. അപ്പൊ ഞാൻ എന്ന ഭാവത്തോടെ പ്രവർത്തിച്ചാൽ പാപത്തിന്റെ പ്രവർത്തനം, പാപത്തിന്റെ ശക്തി ഉണ്ടാകും എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, സദൃശ്യവാക്യം 16:18 പറയും, നാശത്തിന് മുമ്പേ ഗർവും വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവവും. നാശത്തിന് മുമ്പേ ഗർവും വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവവും. പത്രോസ് വീഴുവാനായിട്ട് തുടങ്ങുകയാണ്. പത്രോസ് പരാജയത്തിന്റെ കയത്തിലേക്ക് വീഴുവാനായിട്ട് ഒരുങ്ങുകയാണ്. നാശത്തിന്റെ കയത്തിലേക്ക് വീഴുവാൻ പത്രോസ് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് ശലോമോന്റെ ഈ വാക്യം, നാശത്തിന് മുമ്പേ ഗർവും വീഴ്ചയ്ക്ക് മുമ്പേ ഞാൻ വലിയവനാണെന്നുള്ള ഭാവത്തോടെ പത്രോസ് പ്രവർത്തിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. സ്വയത്തിലുള്ള വിശ്വാസവും ആത്മപ്രശംസയും സ്വയത്തിലുള്ള അഹങ്കാരവുമാണ് പത്രോസിനെ ഈ വിധം ജീവിത കാര്യങ്ങളിലേക്ക് പത്രോസിനെ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് സ്വയത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ അത് പരാജയത്തിന് കാരണമാണ് കർത്താവിൽ സ്നേഹിതരെ. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനല്ല, പത്രോസ് ശ്ലീഹ പറയുന്നത് പോലെ, ഞാനല്ല ക്രിസ്തു അത്രേ ഈ ചിത്രം നിങ്ങൾക്ക് വരച്ച് കാട്ടിയിരിക്കുന്നത്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പത്രോസ് സമർത്ഥിക്കുമ്പോൾ ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കുക, ഞാൻ എന്ന ഭാവത്തെക്കാൾ ഉപരി ദൈവമെന്ന ഭാവത്തെ ധരിക്കുവാൻ നമുക്ക് സാധിക്കണം. കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ച ഒരു കഥ എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ ചെറിയ ചെറിയ കഥപുസ്തകങ്ങളിൽ വന്നിട്ടുണ്ട് ഈ കഥ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു കുളക്കരയിൽ താമസിക്കുന്ന ഒരാമ. ഈ ആമയെ സംബന്ധിച്ച് ആമയുടെ മനസ്സിൽ വളരെ ആധിയേറുകയാണ്. കാരണം ചൂട് വളരെ കൂടുന്നു. ചൂട് കൂടുന്നതനുസരിച്ച് ഈ കുളത്തിലെ വെള്ളം വറ്റിപ്പോകും. വെള്ളം വറ്റിപ്പോയാൽ എൻ്റെ ജീവന് അത് ഭീഷണിയാണ്. ഇങ്ങനെ മനസ്സിൽ ആകുലതമായി ജീവിക്കുന്ന ഈ ആമ ഒരു ദിവസം ഒരു വഴി കണ്ടെത്തി. എല്ലാ ദിവസവും ഈ കുളക്കരയിൽ വരുന്ന 2 കൊറ്റികൾ ഉണ്ടായിരുന്നു.
ഈ ആമ ഈ കൊറ്റികളോട് പറഞ്ഞു, എവിടുന്നെങ്കിലും ഒരു ചെറിയൊരു തടിക്കഷ്ണം നിങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടുവരണം. കൊറ്റികൾ ചോദിച്ചു, എന്തിനാ? അത് ഞാൻ പറയാം. കൊറ്റികൾ പിറ്റേ ദിവസം വന്നപ്പോൾ ഒരു ചെറിയൊരു കമ്പിന്റെ കഷ്ണം സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. ആമ പറഞ്ഞു കൊറ്റികളോട്, നിങ്ങൾ ഈ തടിയുടെ ഈ കമ്പിന്റെ കഷ്ണത്തിന്റെ ഇരുവശവും ഇങ്ങനെ കടിച്ച് കൊത്തിപ്പിടിക്കണം. ഈ നടുഭാഗത്ത് ഞാൻ ഇങ്ങനെ കടിച്ച് കിടന്നുകൊള്ളാം. വളരെ ജലപ്പരിപ്പുള്ള ഒരു സമുദ്രത്തിലോ ഒരു വലിയ പുഴയിലോ കൊണ്ട് എന്നെ നിങ്ങൾ വിടണം, ഞാൻ പോയി ജീവിച്ചോളാം. കൊറ്റികൾ സമ്മതിച്ചു. കൊറ്റികൾ രാവിലെ ഒരു കമ്പിന്റെ കഷ്ണം കൊണ്ടുവന്നു. ഇരുവശവും കൊറ്റികൾ കൊക്കുകൊണ്ടിങ്ങനെ പിടിച്ചു നിർത്തി. നടുഭാഗത്ത് ഈ ആമ ഇങ്ങനെ കടിച്ച് കിടന്നു. ഈ കൊറ്റികൾ ഇങ്ങനെ വളരെ ദൂരത്തിൽ പറന്ന് പറന്ന് ഈ ആമയും കൊണ്ട് ഇങ്ങനെ പോകുകയാണ്. വയലിൽ പട്ടം പറത്തുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങൾ ഈ കാഴ്ച കണ്ടു. അതിലൊരു കുസൃതി കുരുന്ന് ചോദിച്ചു, ഇത് കൊള്ളാമല്ലോ, ഇത് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു. ഈ സംഘടനം, ഇത് കൊള്ളാമല്ലോ, ഈ പ്രവർത്തനം വളരെ മനോഹരമായിരിക്കുന്നു, ഇത് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ഒരു കുഞ്ഞു ചോദിച്ചപ്പോൾ ഇത് കേൾക്കേണ്ടുന്ന താമസം വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന ഈ ആമയ്ക്ക് പറയുവാൻ തോന്നി, എന്താണ് ഇത് കണ്ടുപിടിച്ചത്? ഞാനാണ്. ആമ അങ്ങനെ പറയുവാൻ ആഗ്രഹിച്ച് വാ തുറന്നു. വളരെ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ആമ വീഴുകയാണ്. നമുക്കറിയാം ആമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞത്, ഞാനെന്ന ഭാവത്തോടെ ആത്മീയമായ അഹന്തയോടെ ജീവിക്കുമ്പോൾ ഈ ആമയ്ക്ക് സംഭവിച്ച പോലെ നാം പോലും അറിയാത്ത നിരാശയുടെ പടുകുഴിയിലേക്ക് നാം കൂപ്പുകുത്തും. വളരെ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് നമ്മൾ വീണുപോകും. അതുകൊണ്ട് ഞാൻ എന്ന ഭാവത്തെ ഉപേക്ഷിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. റോമാലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഭാഗ്യവാനായ പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ എങ്ങനെ ഭാവിക്കണം? നിങ്ങൾ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ നിങ്ങൾ സുബോധമാകുന്ന വണ്ണം ഭാവിക്കണം. അവിടെ ഞാനെന്ന ഭാവത്തെ പറ്റിയാ പറയുന്നത്. ഞാൻ ആരാണ്, എങ്ങനെയുള്ളവനാണ് എന്നുള്ള ഭാവം നമ്മുടെ മനസ്സിൽ വളർത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നാം അറിയണം, ദൈവം നമുക്ക് എങ്ങനെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടുവോ, ദൈവം വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാവണ്ണം നമ്മൾ ഭാവിക്കണം. സുബോധമില്ലാതെ പോകുന്ന ഭാവനകളാണ് നാശത്തിലേക്ക് വീഴുന്നത്. സുബോധമില്ലാതെ പോകുന്ന ചിന്തകളും കുടുംബങ്ങളും പ്രശ്നങ്ങളുമാണ് ഇന്ന് പല പൈശാചികമായ പ്രവർത്തനങ്ങളിലേക്കും ആയിത്തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാവനകളും സ്വപ്നങ്ങളും ജീവിതങ്ങളും കുടുംബങ്ങളും സഭയും രാഷ്ട്രവും ജീവിതവും സകലതും ദൈവം തന്നത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഭാവനയിൽ ചമയ്ക്കപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തോടെ ആയിത്തീരുവാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥനയോടെ ഇരിക്കാം. അതുതന്നെയാണ് ഭാഗ്യവാനായ പൗലോസ് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 12-ാം വാക്യത്തിലും പറയുന്നത്, ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയിൽ മാത്രമാണ്. ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയിൽ മാത്രമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ബോധ്യം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല തലങ്ങൾ എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ പാട്ട് എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ താളം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത്, അത് ദൈവകൃപയിൽ മാത്രമാണ്. എന്നെ പറ്റി എനിക്കൊന്നും പുകഴുവാനായിട്ടില്ല. പൗലോസിന് വേണമെങ്കിൽ പുകഴാമായിരുന്നു. ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ചവൻ, ശൗലായി നടന്നവൻ, യഹൂദന്മാരുടെയും റോമാക്കാരുടെയും സംസ്കാരങ്ങളെ മുഴുവനായി ആവാഹിച്ചെടുത്തവൻ, ദേശത്തിൽ പ്രധാനി, സമൂഹത്തിൽ സ്ഥാനമുള്ളവൻ, നിയമങ്ങൾ അരച്ചു കലക്കി കുടിച്ചവൻ, എല്ലാ രീതിയിലും പ്രശസ്തനും പ്രഗത്ഭനുമായിരുന്നു ശൗൽ എന്ന പൗലോസ്. ദമസ്കോസിന്റെ പടിവാതിൽ ഒരു വലിയ വെളിച്ചം താൻ അത്രയും നാളും ആർജിച്ചിരുന്ന തൻ്റെ പൂർണ്ണമായ ഭാവത്തെ
തകിടം മറിച്ച് കളഞ്ഞു. തന്റെ ജീവിതത്തിൽ താൻ ഒന്നുമല്ലാത്തവനായി മാറി. പക്ഷേ അവിടെ മുതൽ ഞാനെന്ന ഭാവത്തിൽ അദ്ദേഹം ആർജിച്ച സർവ കഴിവുകളും ഒന്നുമല്ല, ദൈവം മാത്രമാണെന്ന ബോധം ശൗലിനുണ്ടായപ്പോൾ ആ വെളിച്ചത്തിന്റെ പുതിയ പ്രകാശം കണ്ട് ശൗല് പൗലോസായി പരിവർത്തനം ചെയ്തു. സ്നേഹിതരെ, ഈ ഒരു വലിയ വെളിച്ചമാണ്. ക്രിസ്തു എന്ന വെളിച്ചം തേജസ്കരിക്കപ്പെട്ട് നമ്മുടെ ഉള്ളിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ ഹൃദയത്തിൽ സ്വാർത്ഥതയുടെ ഞാൻ എന്ന ഭാഗം നശിക്കുകയുള്ളൂ. ഭാഗ്യസ്മരണാർഹനായ ഉസ്താദ് തിരുമേനി പറയും, സ്നേഹമില്ലാത്ത മനുഷ്യൻ സ്വാർത്ഥനാണ്. സ്നേഹമില്ലാത്തടത്ത് മാത്രമേ സ്വാർത്ഥത ഉണ്ടാവുകയുള്ളൂ. സ്വാർത്ഥത ഉണ്ടാകുമ്പോൾ ഞാൻ മാത്രമാണെന്ന ഭാവം ഉണ്ടാകും. ഞാൻ മാത്രമെന്ന ഭാവം ഉണ്ടാകുമ്പോൾ അത് നാശമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഞാൻ എന്ന ഭാവത്തെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ശൂന്യമാക്കപ്പെട്ടവൻ, വെറുമയാക്കപ്പെട്ടവൻ എന്ന ചങ്കൂറ്റത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, ഞാൻ നിസ്സാരനും കീടയും കൃമിയുമാവുന്ന ബോധത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം ഉയർത്തും. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ന്നവനെ ദൈവം ഉയർത്തും. ഞാനെന്ന ഭാവത്തോടെ ജീവിക്കുവാൻ സാധിച്ചാൽ അത് അപജയമായിരിക്കും, നാശമായിരിക്കുമെന്ന് വീണ്ടും വീണ്ടും ഞാൻ പ്രബോധിപ്പിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ കർത്താവിലും അവന്റെ അമിതമായ കൃപയിലും നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം. ഒരു കഥയും കൂടെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഒരു വൃക്ഷം, 3 വൃക്ഷങ്ങൾ ഒരു കുന്നിന്റെ ചെരുവിൽ ജീവിക്കുകയാണ്. 3 വൃക്ഷങ്ങൾ, 3 പേർക്കും 3 ആഗ്രഹങ്ങളുണ്ട്. 3 പേരും വളരെ സുന്ദരമായി ജീവിക്കുന്നു. 3 പേരുടെ മനസ്സിൽ സുന്ദരമായ സ്വന്തം ആഗ്രഹങ്ങൾ കൊണ്ട് ഈ 3 വൃക്ഷങ്ങളും ജീവിക്കുകയാണ്. ഒരു ദിവസം ഇതിന്റെ ഉടമസ്ഥൻ ഈ തടികളെ, ഈ വൃക്ഷങ്ങളെ വെട്ടുവാനായിട്ട് വന്നു. ഒന്നാമത്തെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊടാലി വെച്ചപ്പോൾ ഈ ഒന്നാമത്തെ വൃക്ഷം പറഞ്ഞു, താങ്കൾ ഇതിന്റെ ഉടയവനാണ്, എന്നെ വെട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും കാലം ഞാൻ ജീവിച്ചു, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരാഗ്രഹമുണ്ട്. ഈ തടി കൊണ്ട് താങ്കൾ ഒരു വലിയ കൊട്ടാരം പണിയണം. എൻ്റെ തടി ഉപയോഗിച്ച് ഒരു കൊട്ടാരം പണിയണം. ഉടമസ്ഥൻ പറഞ്ഞു, അത് നീ അല്ല തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്നത്. നിന്റെ തടി കൊണ്ട് കൊട്ടാരം പണിയണമെന്ന് നീ അല്ല തീരുമാനിക്കുന്നത്, ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പശുവിന്റെ തൊഴുത്ത് ഉണ്ടാക്കി. വൃക്ഷത്തിന്റെ ആഗ്രഹം തന്റെ തടി കൊണ്ട് ഒരു കൊട്ടാരം വേണമെന്നാണ്. പക്ഷേ അതിനുടമസ്ഥൻ ആ തടി കൊണ്ട് ഒരു കാലിത്തൊഴുത്ത്, പശുത്തൊഴുത്ത് നിർമ്മിച്ചു. ഈ മരം ഇങ്ങനെ, ഈ തടി ഇങ്ങനെ വേദനയോടെ ഭാരപ്പെട്ടൊക്കെ ഇരിക്കുക. എൻ്റെ ആഗ്രഹം ഇങ്ങനെയായിരുന്നല്ലോ, എന്നാലും എൻ്റെ തടി കൊണ്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കിയില്ല. ഈ പശുവിന്റെ ചാണകവും മൂത്രവും ഒക്കെ ഏറ്റ് ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ഗതികൾ ഉണ്ടായല്ലോ എന്ന് ഭാരപ്പെട്ട് ഇങ്ങനെ ഈ തടി ഈ കാലിത്തൊഴുത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. രണ്ടാമത്തെ വൃക്ഷത്തെ വെട്ടുവാൻ വന്നു. രണ്ടാമത്തെ വൃക്ഷവും പറഞ്ഞു, എൻ്റെ ആഗ്രഹം, എൻ്റെ തടി കൊണ്ട് നീ ഒരു കപ്പൽ നിർമ്മിക്കണം. എൻ്റെ തടി കൊണ്ട് നീ ഒരു കപ്പൽ നിർമ്മിക്കണം. ഈ ഉടമസ്ഥൻ പറഞ്ഞു, അത് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം ഒരു കപ്പൽ നിർമ്മിക്കാതെ, ഇതിന്റെ ആഗ്രഹം സമുദ്രത്തിന്റെ ഓളങ്ങളെ കീറി മുറിച്ച് സമുദ്രത്തിൽ വളരെ ഫ്ലോട്ടിംഗ് ആയി കിടന്നുകൊണ്ട് ജയത്തിന്റെ ചിഹ്നം പോലെ കപ്പലിനെ കാണിക്കുന്ന പോലെ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം. ഉടമസ്ഥൻ പറഞ്ഞില്ല, നിന്റെ തടി കൊണ്ട് ഞാനൊരു വള്ളം, ഒരു മത്സ്യത്തെ ബന്ധിക്കുന്ന ഒരു മീൻ വള്ളം ഉണ്ടാക്കുവാനായിട്ട് പോവുകയാണ്. ആ തടിയുടെ ഉപയോഗിച്ചൊരു മീൻ വള്ളം ഉണ്ടാക്കി. തടിക്ക് ഭയങ്കര പരാതി, ഈ മീനിന്റെ നാറ്റമൊക്കെ അടിച്ച് ഞാനിങ്ങനെ ജീവിക്കേണ്ട ഗതികേടായല്ലോ. ഇങ്ങനെ ആ തടി പരാതി പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ്. മൂന്നാമത്തെ വൃക്ഷത്തെ വെട്ടുവാൻ വന്നു. ആ വൃക്ഷവും പറഞ്ഞു, എൻ്റെ തടി കൊണ്ട് നീ ഒരു സിംഹാസനം പണിയണം. അപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞു, അത് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്നത്. ആ തടി കൊണ്ട് ഒരു സിംഹാസനം പണിയണമെന്ന്, രാജാക്കന്മാർക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടം നിർമ്മിക്കണമെന്ന് ഈ തടി ആഗ്രഹിച്ചു. പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ ആ തടി കൊണ്ട് ഒരു
കുരിശ് നിർമ്മിച്ചു, ഒരു വലിയ ഒരു തടി കുരിശ് നിർമ്മിച്ചു. ഇങ്ങനെ ഈ 3 വൃക്ഷങ്ങളുടെ തടികൾ ഇങ്ങനെ ജീവിതത്തെ സ്വയമേ പഴിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ ഈ കാലിത്തൊഴുത്തിൽ അവൻ്റെതായ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഈ തടി ഈ കാലിത്തൊഴുത്തിൽ കിടക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഈ തടികൾ കാണുകയാണ്, ഈ പശുത്തൊഴുത്തിന്റെ മുകളിൽ വലിയ നക്ഷത്രങ്ങൾ ഉദിച്ചു നിൽക്കുന്നു. സ്വർഗത്തിന്റെ മാലാഖമാരിറങ്ങി ദൈവം പരിശുദ്ധൻ, ബലവാൻ പരിശുദ്ധൻ, മരണമില്ലാത്തവൻ പരിശുദ്ധൻ എന്ന് ഒരു വൃന്ദം പാടുന്നു. ഒരു വൃന്ദം പറയുന്നു, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറെ വിദ്വാൻമാർ വരുന്നു, ഇടയന്മാർ വരുന്നു. ഒരു സ്ത്രീ വന്ന് ഒരു മകനെ പ്രസവിച്ചു, സുന്ദരനായ ഒരു കുഞ്ഞ്. തടിക്ക് മനസ്സിലായി, എന്താ ഇതാരാണ്? എന്റെ രക്ഷകൻ, എന്റെ ദൈവം ഈ കാലിത്തൊഴുത്തിൽ പിറന്നു. ഞാനൊരു കൊട്ടാരമാവണമെന്ന് ആഗ്രഹിച്ചു. ഒരു കൊട്ടാരത്തിൽ ഞാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊട്ടാരത്തിന്റെ തിന്മകളുമായി ഞാൻ ജീവിച്ചേനെ. ഇവിടെ ഞാനെന്ന ഭാവം മാറി. ഉടമസ്ഥന്റെ ഇഷ്ടത്തിന് ഈ തടിയെ വിധേയപ്പെടുത്തി കൊടുത്തപ്പോൾ തടിക്ക് എന്തു പറ്റി? ക്രിസ്തുവിന്റെ ജനനത്തിന് സാക്ഷിയാകുവാനായിട്ട് ഈ തടിക്ക് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തടി കൊണ്ട് ഉപയോഗിച്ച വഞ്ചി, വള്ളം, മത്സ്യബന്ധനം നടത്തുന്ന വള്ളം. ആ വള്ളം ഇങ്ങനെ വളരെ മുഷിച്ചിലോടെ വളരെ പ്രാക്കോടെ ഇങ്ങനെ കഴിയുകയാണ്. അതാ ഒരു മനുഷ്യൻ വന്ന് ഈ വള്ളത്തിലിരിക്കുന്നു. ഒരുപാട് ജനങ്ങൾ ഈ വള്ളത്തിന്റെ ചുറ്റും വന്ന് നിൽക്കുന്നു. അവൻ ചിലരെ തൊടുന്നു, അവർക്ക് സൗഖ്യം വരുന്നു. കുഷ്ഠരോഗിയെ തൊട്ടു, അവന് സൗഖ്യം വന്നു. അന്ധനെ തൊട്ടു, അവൻ ലോകത്തെ കണ്ടു. ഇത് കണ്ടപ്പോൾ ഈ തടിക്ക് മനസ്സിലായി, ഈ വള്ളത്തിലിരിക്കുന്ന ആരാണ്? ക്രിസ്തുവാണ്. എന്റെ ജീവിതത്തിന് ഇഷ്ടമായി ഞാനൊരു ഈ സമുദ്രങ്ങളെ ഭേദിക്കുന്ന ആഡംബരത്തിന്റെ പ്രതീകമായ ഈ ഒരു കപ്പലിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ആരെ കാണാൻ സാധിക്കത്തില്ലായിരുന്നു? ക്രിസ്തുവിനെ കാണാൻ സാധിക്കില്ലായിരുന്നു. രണ്ടാമത്തെ വൃക്ഷത്തിന് സന്തോഷമായി, ഞാനൊരു വള്ളവും വഞ്ചിയായാലെന്ന എനിക്ക് ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിച്ചു. മൂന്നാമത്തെ വൃക്ഷം അതിന്റെ തടി കൊണ്ട് ഉപയോഗിക്കാൻ അത് ആഗ്രഹിച്ചത്, എങ്ങനെയെങ്കിലും എന്റെ തടി കൊണ്ട് ഒരു സിംഹാസനം ഉണ്ടാക്കണം. പക്ഷേ ഉടമസ്ഥൻ ആഗ്രഹിച്ചു, ഈ തടി കൊണ്ട് ഒരു കുരിശ് നിർമ്മിക്കണം. അങ്ങനെ നമുക്കറിയാം, കുരിശ് എന്ന് പറയുന്നത് കൊലയാളികളെ കൊല്ലുവാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമായിരുന്നു. പക്ഷേ ഈ തടിക്കൊരു ഭാഗ്യം കിട്ടി. ഈ തടിയെ ഒരു മനുഷ്യൻ വഹിച്ചു കൊണ്ടുപോകുന്നു. അവൻ അടിയും പഴിയും ദുഷിയും ഒക്കെ കേൾക്കുന്നു, ആട്ടും തുപ്പും ഏൽക്കുന്നു. പക്ഷെ അവൻ സഹനത്തിന്റെ മാതൃകയാ. ഈ തടിയും വലിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു വലിയ കുന്നിന്റെ മലയിൽ കയറി ഈ മനുഷ്യനെ, പച്ചയായ മനുഷ്യനെ കുരിശിൽ തറയ്ക്കുകയാണ്. അവിടെയും ആ മനുഷ്യന് യാതൊരു പരിഭവമില്ല. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന്. ഇദ്ദേഹം അവിടെ കിടന്ന് മരിക്കുമ്പോൾ ദേശത്ത് നട്ടുച്ചയ്ക്ക് രാത്രി ഉണ്ടായി, ഭൂകമ്പമുണ്ടായി. ജനങ്ങൾ സാക്ഷിക്കുന്നു, സത്യമായും ഇവൻ ആരായിരുന്നു? ദൈവപുത്രനായിരുന്നു. മൂന്നാമത്തെ തടിക്ക് ബോധ്യം വന്നു, ഇതാരാണ്? ക്രിസ്തുവാണ്. സ്നേഹിതരെ, ഈ കഥയുടെ ഒരു സാരാംശം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും ഞാനും നിങ്ങളും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവമേ ഞാനൊരു കൊട്ടാരമാവണം, എന്റെ ജീവിതത്തിൽ ധനത്തിന്റെ സമ്പാദ്യം കൊണ്ട് വലിയവനാവണമെന്ന ആഗ്രഹമുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കൊരു കപ്പലാകണം, ആഡംബരത്തിന്റെ ഔന്നത്യത്തിലായിരിക്കണമെന്ന ആഗ്രഹമുണ്ട്. മൂന്നാം പ്രാവശ്യം ഞാൻ ആഗ്രഹിക്കും രാജസിംഹാസനം, രാജാവിന്റെ ഇരിപ്പിടമായി സർവ്വസുഖങ്ങളും ആഗ്രഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഈ കഥ പഠിപ്പിക്കുന്നത് നിന്റെ ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി കൊടുത്താൽ അതിന് പരാജയമേ സംഭവിക്കുകയുള്ളൂ. എന്നാൽ നിന്റെ ഉടയവന്റെ ഇഷ്ടത്തിനായി നീ നിന്നെ വിധേയപ്പെടുത്തി കൊടുത്താൽ നിനക്ക് ക്രിസ്തു ദർശനം സാധ്യമാണ്. അതിനാണ് പൗരസ്ത്യ പിതാക്കന്മാര് ഈ നോമ്പൊക്കെ തന്നത്.
സർവ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് ആത്മതപനത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആരാധനയോടെ ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ താഴ്ത്തി മനസ്സുകളെ കുനിച്ച് തലകളെ കുനിച്ച് ജീവിതത്തിൽ ഞാനല്ല നീ ദൈവമെന്ന ബോധ്യത്തോടെ ആക്കി തീർക്കുമ്പോൾ സ്നേഹിതരെ, അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകും. ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിക്കാം. ഞാനെന്ന ഭാവം എടുക്കുവാൻ നമുക്കാർക്കും അധികാരമില്ല. ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞ പോലെ ഞാനെന്ന ഭാവത്തെ എടുക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല. കാരണം എൻ്റെ കണ്ണ്, എൻ്റെ കാഴ്ച, എൻ്റെ കേൾവി, എൻ്റെ ചെവി, എൻ്റെ ശരീരം, എൻ്റെ ശ്വാസം, എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം ഇതെല്ലാം ആരുടേതാ? ദൈവത്തിൻ്റെതാ. ദൈവം വഹിച്ച കുരിശായിട്ടാണ് നമ്മെ നിർമ്മിച്ചിരിക്കുന്നത് പോലും. അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ഞാൻ എന്ന ഭാവത്തിൽ പുകഴുവാൻ നമുക്ക് അധികാരമില്ല, അധികാരമില്ല, അധികാരമില്ല. അതുകൊണ്ട് സ്വാർത്ഥത മാറ്റി നിസ്വാർത്ഥതയുടെ ഒരു ജീവിതചര്യ ഉണ്ടാകുവാൻ ദൈവമേ അനുവദിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. 2, പത്രോസിന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പരാജയം എവിടെയാണ്? പത്രോസിന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പ്രശ്നം സംഭവിച്ചത് എവിടെയാണ്? രണ്ടാമത്തെ പ്രശ്നത്തിന് ഇങ്ങനെ പേര് കൊടുക്കാം: പ്രാർത്ഥനയെ അവഗണിച്ച് സുഖ സുഷുപ്തിയിൽ. പ്രാർത്ഥനയെ അവഗണിച്ച് സുഖ സുഷുപ്തിയിൽ. എന്താ സുഷുപ്തി? എന്താ സുഷുപ്തി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്കൊക്കെ ഉള്ളത് തന്നെ. എന്താ? ഉറക്കം. നമുക്കൊക്കെ ഉള്ളതല്ലേ? വളരെ കൂടുതൽ നമുക്ക് ഉറക്കം. പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച രണ്ടാമത്തെ പ്രശ്നം അതാണ്. പ്രാർത്ഥന വേണ്ട എന്ന് വെച്ച് പത്രോസ് ഒന്ന് ഉറങ്ങി. അത് ഒരു കാരണമാവാം ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ പത്രോസിന്റെ ജീവിതത്തിൽ. എങ്ങനെയാ പത്രോസ് പ്രാർത്ഥനയെ അവഗണിക്കുന്നത്? ക്രിസ്തു പ്രാർത്ഥിക്കുവാനായിട്ട് മറ്റു ശിഷ്യന്മാരെയൊക്കെ മാറ്റി നിർത്തി പ്രിയപ്പെട്ട പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഗത്സമന തോട്ടത്തിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോ, ഞാൻ പോയെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഉണർന്നിരുന്ന്, അതിന് മുമ്പ് ക്രിസ്തു ഒരു വാക്യം കൂടെ പറഞ്ഞു: നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അങ്ങനെ ക്രിസ്തു പറഞ്ഞത്. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ക്രിസ്തു പ്രാർത്ഥിക്കുവാൻ പോയി. മടങ്ങി വന്ന് ക്രിസ്തു നോക്കിയപ്പോൾ എന്താ കണ്ടത്? എന്താ കണ്ടത്? സുഖമായി സന്തോഷത്തോടെ ഒരു പ്രശ്നവുമില്ലാതെ, അല്ലലില്ലാതെ, അലച്ചിലില്ലാതെ, സങ്കടമില്ലാതെ സന്തോഷത്തോടെ ഉറങ്ങുന്ന 3 പേര്. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടരുത്, കാരണം നിങ്ങൾ ബലഹീനരാ. ക്രിസ്തു ഒരു ബോധം അവർക്ക് കൊടുക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങ് പോകും, ഞാൻ പിൻവാങ്ങി എൻ്റെ പിതാവിൻ്റെ അടുക്ക പോകും. അതുകൊണ്ട് ഞാൻ ജയിച്ച ഈ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾക്കും ഉണ്ടാവണം. ആ ഒരു ആഗ്രഹത്തോടെയാണ് ക്രിസ്തു പറയുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അത് തന്നെയല്ല, മറ്റൊരു ബോധ്യവും ക്രിസ്തുവിനുണ്ടായിരുന്നു. ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനായിട്ട് പോലും ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ ആരൊരുങ്ങി? ആര് വന്നു? സാത്താൻ വന്നു. ദൈവത്തെ പോലും പരീക്ഷിക്കുവാൻ ഒരുങ്ങിയവരാണ് ആര്? സാത്താൻ. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പക്ഷേ ആത്മാവിന്റെ മേൽ ജഡം ആധിപത്യം പുലർത്തി. എന്താ ആത്മാവ്? പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആത്മാവിന്റെ മേൽ ഉറങ്ങണമെന്ന് പറയുന്ന ജഡം ആധിപത്യം പുലർത്തിയ കാഴ്ചയാണ് ഗത്സമന തോട്ടത്തിൽ നമ്മൾ കാണുന്നത്. സ്നേഹിതരെ, ഇതേ സംഭവങ്ങൾ, ഇതേ അപജയം, ഇതേ തെറ്റുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലേ എന്നുള്ളതൊരു ചോദ്യമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്,
സർക്കാർ അനുവദിക്കുന്ന ചില സമയങ്ങളുണ്ട് ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ. സർക്കാർ അനുവദിക്കുന്ന സമയങ്ങളാണ് ഇന്ന് പല വീടുകൾക്കും പ്രാർത്ഥിക്കാൻ. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് റെഗുലറായിട്ട് പവർ കട്ട് ഉണ്ടായിരുന്നു. റെഗുലറായിട്ട് പവർ കട്ടുള്ള വീടുകളിൽ സംഭവിക്കുന്നത്, ഏത് സമയത്താണോ പവർ കട്ട് ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥന കൂടി 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 ജനത്തിന്, നാടിന് അഭിവൃദ്ധി ഉണ്ട് എന്ന് സർക്കാർ കണ്ടു. സർക്കാർ ഈ പവർ കട്ട് അങ്ങ് പിൻവലിച്ചു. അങ്ങനെ 3-4 വർഷത്തെ തന്നെ പവർ കട്ടില്ലായിരുന്നു. വീണ്ടും സർക്കാർ ഒരു ബോധ്യമുണ്ടായി, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ദേശത്ത് ചൂട് വർദ്ധിക്കുന്നു, വെള്ളമില്ല, രോഗാണുക്കൾ പകരുന്നു, രാഷ്ട്രങ്ങളും ജില്ലകളും തമ്മിൽ പരസ്പരം മത്സരിച്ച് യുദ്ധവും തെറ്റുകളും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ വീണ്ടും സർക്കാരിന് ബോധ്യമുണ്ടായി. ഈ വർഷം വീണ്ടും എന്താരംഭിച്ചു? പവർ കട്ട്. ജനം പ്രാർത്ഥിക്കണം, അല്ലേ? ഇവിടെയെല്ലാം സംഭവിക്കുന്നത് ആത്മാവിന്റെ മേൽ ജഡം ആധിപത്യം പുലർത്തുന്നതാണ്. എന്നാൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ, പ്രാർത്ഥന ഏത് സമയത്താണ്? നമ്മെ സംബന്ധിച്ച് സന്ധ്യയായാൽ നമ്മുടെ വീടുകളെ ഭരിക്കുന്നത് ടെലിവിഷനുകൾ, അല്ലേ? പോട്ടെ, ടെലിവിഷൻ എന്ന വാക്ക് ഞാൻ മാറ്റുന്നു. സന്ധ്യയാൽ നമ്മൾ സ്ത്രീധനത്തെ തുടങ്ങി അമ്മയെ കണ്ട് അമ്മക്കിളിലെടുത്ത് പോയി പാരിജാതം വാങ്ങിച്ച് ഏറ്റവും അവസാനം കുങ്കുമപ്പൂവും തൊട്ട് പട്ടുസാരി ചുറ്റി ഇറങ്ങി വരുന്നവരാ നമ്മൾ, അല്ലേ? നമ്മുടെ വീടുകളുടെ ഒരു പ്രശ്നം അതാ. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് എപ്പോഴാണോ പവർ കട്ട്, ആ സമയത്താണ് നമ്മൾ, ശരിയല്ലേ ഞാൻ പറയുന്നേ? തെറ്റാണോ? നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന ഒരപജയം അതാ. ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് എപ്പോഴാണോ പവർ കട്ട്, അന്നേരം പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഇരിക്കും. അരമണിക്കൂർ കൊണ്ട് കാക്കിരി പൂക്കിരി പ്രാർത്ഥിച്ചു, കർത്താവിനെ കളിപ്പിച്ചു, ഞാൻ രക്ഷപ്പെട്ടു എന്നതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു നയം. അത് മാറണം. നമുക്കിഷ്ടമുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ നാം ഒരുങ്ങുമ്പോൾ നാം അറിയണം, നമ്മുടെ ആത്മാവിന്റെ മേൽ ജഡമാണ് ആധിപത്യം പുലർത്തുന്നത്. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ അറിയുവാനും ദൈവത്തോടൊപ്പം നിൽക്കുവാനും ദൈവം നൽകിയ സുന്ദരമായ ഒരു വസ്തുവാണ് ഈ ആത്മാവെന്ന് പറയുന്നത്, ദൈവം തന്ന ജീവൻ എന്ന് പറയുന്നത്. ഈ ജീവനിലൂടെ ദൈവത്തെ അറിയാൻ സാധിക്കണം. എന്നാൽ അതിനെ ജഡത്തിന്റെ രാഗമോഹങ്ങൾക്ക് വിട്ടുകൊടുത്താൽ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ പുലർത്തുവാൻ, ആ പ്രശ്നത്തെ പോക്കുവാൻ നമുക്കാർക്കും സാധ്യമല്ല. തമ്പുരാൻ നശിപ്പിക്കും. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 15-16 വാക്യത്തിൽ നാം വായിക്കുന്ന പോലെ, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിന്റെ മനസ്സിൽ തന്നിരിക്കുന്ന, നിന്റെ ശരീരത്തിൽ തന്നിരിക്കുന്ന ഈ ജീവനും ജീവിതവും ദൈവത്തിന്റെ ആത്മാവിൽ കുടികൊള്ളുന്ന ജീവന്റെ ചൈതന്യമാണ്. ഇതിനെ പുലർത്തുക, ഇതിനെ പോഷിപ്പിക്കുക, ഇതിനെ തിളക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. പക്ഷേ നമ്മുടെ ലോകത്തിന്റെ പ്രതാപങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആത്മാവിനെ നശിപ്പിച്ച് ആത്മീയ പാപ്പരത്വം സമ്പാദിക്കുവാനായിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയാണ് പ്രാധാന്യം, ഉറക്കമല്ല പ്രാധാന്യം എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ സന്തോഷത്തോടെ ഒരു കാര്യം പറയുന്നുണ്ട്. എഫേസ്യർ 5:14, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന്. ഒന്നുകൂടെ കേട്ടോ, ഇവിടെ ആരെങ്കിലും ഉറങ്ങുന്നെങ്കിൽ കേട്ടോണം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇതിന് മുൻപിലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. നിരിസൂര്യനായ ക്രിസ്തുവിന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ക്രിസ്തു നമ്മുടെ മേൽ ഉദിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ജീവിതത്തിന്റെ ചര്യകളെ പറ്റി പ്രബോധിപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് വീണ്ടും ഭാഗ്യവാനായ പൗലോസ് പറയുന്നത്, നീ ഉറങ്ങുന്നവനാകുന്നുവെങ്കിൽ നീ മരിച്ചവനാണ്. ഒരു കഥ ഞാൻ സാധാരണ
എല്ലാ പ്രസംഗത്തിൻ്റെ ആദ്യം പറയുന്ന ഒരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. ഇതിനി അവിടെ പറഞ്ഞില്ല, കാരണം കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞില്ല. പണ്ടൊരിക്കൽ ഈ പരുമലയിൽ ഒരു അച്ഛനും ഒരു ബസ്സിന്റെ ഡ്രൈവറും ജീവിച്ചിരുന്നു. നിങ്ങൾക്ക് അറിയുമോന്ന് എനിക്കറിയില്ല, എനിക്കും വലിയ ഓർമ്മയില്ല, പറഞ്ഞു കേട്ടുള്ള അറിവാ. പണ്ട് ഈ പരുമലയിൽ ഒരച്ഛനും ഒരു ബസ്സിന്റെ ഡ്രൈവറും ജീവിച്ചിരുന്നു. രണ്ടുപേരും മരിച്ചു, അയൽവാസികളായിരുന്നു. മരിച്ചിട്ട് സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തെയും നരകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മധ്യസ്ഥലമുണ്ട്. അവിടെ ചെന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് രണ്ടുപേരുടെയും കണക്കുകളൊക്കെ വായിച്ചു. അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, കൊള്ളാം. ബസ് ഡ്രൈവറെ, താങ്കളുടെ കാര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് അച്ഛൻ അങ്ങ് നരകത്തിൽ ബസ് ഡ്രൈവർ സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അതുകൊണ്ട് അമ്മച്ചി ചങ്കത്ത് കൈ വെക്കുന്നു. അച്ഛൻ നരകത്തിൽ പോകാൻ പറഞ്ഞു, ബസ് ഡ്രൈവർ സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു. ഇത് കേട്ട് അച്ഛന് വളരെ കുപിതനായി. അച്ഛൻ ചോദിച്ചു, എന്തൊരു ന്യായമില്ലാത്ത കാര്യമാ ദൈവം ഈ പറയുന്നത്. ഞാൻ ഇത്രയും നാളും പ്രസംഗിച്ചു, കൺവെൻഷൻ വേദികളിൽ പോയി കുർബാന അർപ്പിച്ചു, ഒരുപാട് പേരെ പറ്റി നിന്നെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തു, നീ പിന്നെ എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ നരകത്തിൽ പോകാൻ പറയുന്നത്? അച്ഛന് വളരെ പരിഭവമായി. ബസ് ഡ്രൈവർ കേട്ട് സന്തോഷത്തോടെ എന്താ സംഭവിക്കുന്ന അറിയാതെ അദ്ദേഹം നിൽക്കുക. ദൈവം പറഞ്ഞു, അച്ഛൻ ഒത്തിരി പരിഭവപ്പെടാതെ, ഞാൻ കണ്ടെത്തിയ നീതി യഥാർത്ഥമായ നീതിയാ. കാരണം അച്ഛൻ പ്രസംഗിച്ചപ്പോൾ സംഭവിച്ചത് ഞാൻ തുറന്നങ്ങ് പറയാമല്ലോ. അച്ഛൻ പ്രസംഗിച്ച സമയങ്ങളിൽ, അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ പ്രസംഗം കേട്ട് പലപ്പോഴും പല ജനവും ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുകയാണ്. അതായത് നമുക്കറിയാം, ഉറങ്ങുമ്പോഴുള്ള ഭാഷ അറിയാമോ? ഉറങ്ങുന്ന ഭാഷ. ഉറങ്ങുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉറങ്ങുമോ? ഇല്ല അല്ലേ? മതിയടാ. പല പ്രസംഗങ്ങൾ പ്രസംഗിക്കുമ്പോൾ മുൻപിരിഞ്ഞാലും ഇങ്ങനെ പറയാം, മതിയടാ. അപ്പൊ ഇങ്ങനെ പലരെയും മതിയടാ എന്ന് പറഞ്ഞ് ജനങ്ങളെ ഉറക്കിയ വ്യക്തിയാണ് അച്ഛൻ. അതുകൊണ്ട് അച്ഛൻ നരകത്തിൽ പോകണം. എന്നാൽ ഈ ബസ്സിന്റെ ഡ്രൈവറെ പറ്റി എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം വാഹനം ഓടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബസ്സിന്റെ നിയന്ത്രണം കണ്ട് പലപ്പോഴും അതിൽ കയറുന്ന ജനം ചങ്കത്തടിച്ചു പറയും, എൻ്റെ ദൈവമേ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരുപാട് ജനങ്ങളെ എൻ്റെ ദൈവമേ എന്ന് പറയിപ്പിച്ചത് ഈ ബസ്സിന്റെ ഡ്രൈവർ ആയതുകൊണ്ട്. ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന്റെ ഡ്രൈവർ എവിടെ പോണം? സ്വർഗത്തിൽ പോണം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് നിങ്ങൾക്ക് ബോധ്യമായോ? ഇന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് പ്രസംഗിച്ചത് കൊണ്ട് നരകത്തിൽ പോകാൻ ഇടയാകരുതേ എന്ന പ്രാർത്ഥന ഞാനൊന്ന് പറയാം. അതൊക്കെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഉറക്കത്തെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായതാ. അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാവിന്റെ പ്രവർത്തനമാണ്. ആത്മാവുള്ളവന് മാത്രമേ കൃത്യമായി പ്രാർത്ഥിക്കുവാൻ സാധിക്കുള്ളൂ. അല്ലാത്തവൻ ഉറങ്ങുന്നവനാ. അവനെയാണ് ഭാഗ്യവാനായ പൗലോസ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, യു ആർ ദ ഡിപ്പാർട്ടഡ് സോൾ. നീ വാങ്ങിപ്പോയ ആത്മാവാണ്, നീ മരിച്ചവനാണ്. നീ ഉണർന്നെങ്കിൽ മാത്രമേ ക്രിസ്തു നിന്റെ മേൽ പ്രവേശിക്കുകയുള്ളൂ. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കണം. നീ ഉത്ഥാനം ചെയ്യണം. പഴമേലെല്ലാം നീ ഇന്ന് എഴുന്നേൽക്കണം. ആത്മാവിന്റെ മേൽ ജഡം ആധിപത്യം പുലർത്തരുത്. പരിശുദ്ധനായ പരിമല പുണ്യവാൻ, പരിമല തിരുമേനിയുടെ സാന്നിധ്യമുള്ള ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ നാം നിൽക്കുമ്പോൾ പുണ്യപിതാവ് പ്രാർത്ഥനയെപ്പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ നമുക്ക് പല ആവർത്തി കേട്ടത് കൊണ്ട് നമുക്കൊന്നും തോന്നത്തില്ലായിരിക്കും. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും, യൗവനത്തിലെ ആനന്ദവും, വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹം. പ്രയർ ഈസ് എ ഇൻസ്പിറേഷൻ ചൈൽഡ്ഹുഡ്. എവിടെയാ ഇന്ന് ഈ പ്രാർത്ഥന ഉത്സാഹം കാണുന്നത്? ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എത്ര കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും? നിങ്ങൾ പറ. എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എത്ര കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും. എന്നാൽ നീ പോയി വീഡിയോ ഗെയിം കളിക്ക്, ലാപ്ടോപ്പ് എടുക്ക്, ടി വിയിൽ ഈ കോമഡി ഷോ കാണ്, അല്ലെങ്കിൽ കാർട്ടൂൺ കാണ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന പോലെ കുഞ്ഞുങ്ങളുടെ മുഖം. ആ ഇലക്ട്രോണിക്സ് മീഡിയയിലാണ് അവർ ഉത്സാഹം കണ്ടെത്തുന്നത്. 2,
യൗവനത്തിലെ ആനന്ദം. യൗവനത്തിലെ ആനന്ദം. എന്നെ കേൾക്കുന്ന ഒരുപാട് ചെറുപ്പക്കാര്, ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെയുണ്ട്. എന്താണ് യൗവനത്തിലെ ആനന്ദം? ആസക്തികളാണ് യൗവനത്തിലെ ആനന്ദം. തെറ്റുകുറ്റങ്ങളും കൊലപാതകങ്ങളുമാണ് യൗവനത്തിലെ ആനന്ദം. ജീവിതത്തിന്റെ ചില മറുതലിപ്പുകളാണ് യൗവനത്തിലെ ആനന്ദം. തെറ്റിന്റെ പുറകെ പോവുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ആനന്ദം. ഇവിടെയാണ് പരിമലപിതാവ് പറഞ്ഞത്, പ്രാർത്ഥനയാണ് യൗവനത്തിലെ ആനന്ദം. എന്തായിരിക്കും ആ പിതാവ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാവാം ഇന്ന് ആ പിതാവിനെ ഞാനും നിങ്ങളും പുണ്യവാൻ, പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത്? യൗവനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ താൻ പ്രിയം വെച്ച ദൈവത്തെ പ്രിയം വെക്കുന്ന മനുഷ്യന് മാത്രമേ യൗവനത്തിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അപ്പനെയും അമ്മയും കൊല്ലുന്ന മക്കളും, വല്യമ്മയുടെയും വല്യപ്പന്റെയും തല വെട്ടിക്കളയുന്ന മക്കളും, അധ്യാപകരെ മറ്റു രീതിയിൽ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മക്കളും, ജീവിതത്തിൽ തിന്മകൾ മാത്രം വാരിക്കൂട്ടുന്ന മക്കളും നിങ്ങൾക്ക് സമ്പാദ്യമായിട്ട് മാറും. മക്കളോട് പ്രാർത്ഥിക്കാൻ പറയണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണം, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നീ അവനെ കണ്ടു പഠിക്കടാ, നീ അവനെ പോലെ ആകണമടാ, അവന്റെ കണ്ടു പഠിക്കടാ എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സ്വന്തമായിട്ട് ചങ്കത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ, മോനെ മോളെ നീ എന്നെ കണ്ടു പഠിക്കടാ എന്ന്? എനിക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റുമോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും, ഒരുപാട് അപ്പനും അമ്മമാരുണ്ടല്ലോ, ഏതെങ്കിലും ഒരു അപ്പനും അമ്മയ്ക്കും പറയാമോ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഇന്ന് വരെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, മോനെ മോളെ നീ എന്നെ കണ്ടു പഠിക്കടാന്ന്? ഉണ്ട്. ഞാനിപ്പം പ്രസംഗം അവസാനിപ്പിക്കാം. നമ്മുടെ പ്രശ്നം അതാ, കതിരെ കൊണ്ട് വളം വെക്കും, എന്നിട്ട് പറയും പോയേ എന്ന് പറയും, അല്ലേ? അതിന്റെ സൂചന ഇന്ന് ടി വിയിലൊക്കെ കാണുമല്ലോ, ദേ പോയി ദാ വന്നു എന്ന് പറയും, അല്ലേ? ദേ പോയി ദാ വന്നു എന്ന് പറയും. പക്ഷെ ഇപ്പോൾ ദേ പോയി ദാ പോയെന്ന് പറയാം, ആ വഴി അങ്ങ് പോകും, പിന്നെ ഇങ്ങോട്ടില്ല, അല്ലേ? ഈ നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ ഉപകരണങ്ങളും നമുക്ക് ഓരോ പാഠം തരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, an idea can change your എല്ലാവരും പരിശുദ്ധന്മാരായോ? an idea can change your life, അല്ലേ? ഒരു ഐഡിയ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ അങ്ങ് മാറ്റും. അത് കേൾക്കാൻ നമുക്ക് സന്തോഷമാണ്, അല്ലേ? ആ സന്തോഷമല്ല, ദുഃഖമാണ്. ഈ ഐഡിയ കോളിടന്ന് വിളിച്ച് അപ്പം വിളിക്കുമ്പോൾ കേൾക്കും, അമ്മ വിളിക്കുമ്പോൾ കേൾക്കും, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്, അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല. ശരിയാണോ? പലപ്പോഴും അപ്പനും അമ്മ മക്കളെ വിളിക്കും കേൾക്കുന്ന ഒരു ഭാഗം ഇതാ, പ്രത്യേകിച്ച് അമ്മമാരെ വിളിക്കും കേൾക്കും, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ കേൾക്കുന്നില്ല, ആ പരിധിക്ക് പുറത്താണ്. അപ്പന്മാര് വിളിക്കുമ്പോൾ കേൾക്കും, യുവർ കോളിംഗ് സബ്സ്ക്രൈബർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. എന്ത് കേൾക്കും? സ്വിച്ച് ഓഫ് ആണ്. അത് നിങ്ങൾക്ക് ഇതിന്റെ സൂചനയാണ്. ഓരോ അപ്പന്മാർക്കും അമ്മമാർക്കും നൽകുന്ന സൂചനയാണ്. നിങ്ങൾക്കറിയാൻ വയ്യാത്തതും നിങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറം നിങ്ങളുടെ മക്കൾക്ക് നൽകുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പരിധിക്ക് പുറത്തും അവർ സ്വിച്ച് ഓഫുമായിട്ടും നിങ്ങളിത് മാറിപ്പോകുമെന്നുള്ളത് ഈ സമയം ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, യൗവനത്തിലെ ആനന്ദമായി പ്രാർത്ഥനയെ കണ്ടിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറയുടെ പുണ്യപ്രവൃത്തിയിൽ ഇന്ന് നാം ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഇന്നൊരു പ്രതിജ്ഞ നിങ്ങൾക്കെടുക്കാം. ഈ ലോകത്തിന്റെ ആസക്തികളല്ല നിങ്ങൾക്ക് ആനന്ദം നൽകുന്നത്. ഈ ലോകത്തിന്റെ അധാർമികതകളല്ല നിങ്ങൾക്ക് ആനന്ദം തരുന്നത്. ഒരുപക്ഷെ താൽക്കാലികമായ സുഖം തന്നാലും അതിന്റെ പിറകിലുള്ള വിപത്ത് അനന്തമായിരിക്കും. അതിന്റെ പിറകിലുള്ള വിപത്ത് നിങ്ങളുടെ തലമുറകളെ പോലും കോട്ടിക്കളയുന്നതായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ആനന്ദം കണ്ട് ജീവിക്കുന്നുവോ, ഇന്ന് പ്രശ്നമായിരിക്കും, ഇന്ന് ദുരിതമായിരിക്കും, ഇന്ന് പ്രളയമായിരിക്കും, പക്ഷേ നാളെ ആ ദൈവത്തിന്റെ പർവ്വതത്തിൽ ഉയർന്നിരിക്കുമെന്നുള്ളത് നാം അറിഞ്ഞിരിക്കുക. ഇനി വാർദ്ധക്യമായിരിക്കുന്നവരെ പറ്റി പറയുന്നത്, വാർദ്ധക്യത്തിലെ സമാധാനം, അല്ലേ? വാർദ്ധക്യത്തിലെ സമാധാനമാണ്. തലനരച്ച ഒരുപാട് പേരുടെ ഉണ്ടല്ലോ. സമാധാനം ഉണ്ടോ? ഇല്ല. ഉണ്ട്.
ഒത്തിരി അഭിപ്രായങ്ങളാണ് നമുക്ക്. ഇല്ലാന്ന് പറയുന്നവരുണ്ട്, ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. ഒരു പ്രശ്നമുണ്ട്. ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, ബുദ്ധി ഉറയ്ക്കാത്ത ഒരു കുഞ്ഞു മുതൽ കർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന അപ്പനും അമ്മയും വരെ കൈവശം എന്തുണ്ടാകും? ഈ റിമോട്ട് ഉണ്ടാകും. കണ്ണ് കാണത്തെങ്കിലും ഇല്ലെങ്കിലും കുത്തി കുത്തി മൊബൈൽ ഫോൺ വിളിക്കും. ഇവിടെ നിന്ന് വിളിച്ച് മോളോട് പറയും ഈ മരുമോള് വഷളാടി. ഇവിടെ നിന്ന് കുത്തി മോനെ വിളിച്ച് പറയും അവള് ശരിയല്ല. ഇതൊക്കെ പറഞ്ഞു പോയാൽ എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച ഈ ഉപകരണങ്ങളും ഈ സൗകര്യങ്ങളുമാണ് വാർദ്ധക്യത്തിൽ നമ്മുടെ സമാധാനം കളയുന്നത്. ശരിയല്ലേ? മരുമോൾ ഇത് കേൾക്കും, അമ്മായിയമ്മയ്ക്ക് സുഖമാണ്. ഞാനൊരു സംഭവം ഇവിടെ പറഞ്ഞാണോ എന്ന് എനിക്ക് അറിയുകയില്ല. ഒരമ്മ, ഞാൻ അടൂര് അടുത്ത് പഴകുളം പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. 2 ദിവസത്തെ പ്രസംഗമാണ്. 1-ാം ദിവസത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരമ്മ, വലിയ പ്രായമൊന്നുമില്ല, എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെമ്മാച്ചനാ, ചെമ്മാച്ച എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറ? അത് എൻ്റെ മോൻ അത്ര ശരിയല്ല, അത് അമ്മയുടെ വിഷയം. എത്ര മക്കളുണ്ട്? 2 മക്കൾ, ഒരു മോനും ഒരു മോളും. 2 പേര് വിവാഹം കഴിച്ചു, നല്ല ഉദ്യോഗം, നല്ലവണ്ണം ജീവിച്ചു പോകുന്നു, ഒരു കുഴപ്പവുമില്ല. ഞാൻ ചോദിച്ചു, പിന്നെന്താ അമ്മയുടെ പ്രശ്നം? എൻ്റെ മോൻ അവനത്ര ശരിയല്ല അച്ഛാ. ഞാൻ ചെന്ന് മദ്യപിക്കുമോ? ഇല്ല. ഇത് കേട്ടവരൊക്കെ ഉണ്ടെന്ന് തോന്നി. ഇവിടെ ഞാൻ പാവഗ്രബോളിലൊക്കെ ഒന്ന് പറഞ്ഞതാ. മദ്യപിക്കുമോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? പറഞ്ഞു, അച്ഛാ അവന് സർവ്വസമയവും അവളുടെ കൂടെ, അവളെയും കൊണ്ട് അവന് ജോലിക്ക് പോകുന്നു, അവൾക്ക് വെള്ളം കോരി കൊടുക്കുന്നു, അവൾക്ക് ചീരി ഒടിച്ചു കൊടുക്കുന്നു. അതിൻ്റെ കാര്യമുണ്ടോ? ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ അച്ഛാ, എൻ്റെ മരുമകൻ അവൻ മിടുക്കന, അവൻ സമർത്ഥന, അവനെല്ലാം അറിയാം. ഞാൻ ചോദിച്ചു, അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? അവനാണ് അവൻ്റെ ഭാര്യയ്ക്ക് വെള്ളം കോരി കൊടുക്കും, പശുവിനെ കറന്നു കൊടുക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്വന്തം മോനെയും മരുമകനെയും പറ്റി ഒരമ്മ പറയുന്നത്. അവിടെ കൊണ്ട് തീരുന്നില്ല പ്രശ്നം. ഈ അമ്മ എന്നോട് 1-ാം ദിവസം മിണ്ടുന്ന കണ്ട് പിറ്റേ ദിവസം മരുമകൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ അമ്മ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. അതല്ല അച്ഛാ, ചെമ്മാച്ച, എനിക്കറിയാം എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് യാതൊരു പരിഭവമില്ല. അമ്മ എന്നെ പറ്റി, എൻ്റെ വീടിനെ പറ്റി എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് യാതൊരു പരിഭവമില്ല. ഞാൻ ചിന്തിച്ചു, 2013 ഇത്ര മരുമക്കളോ? എൻ്റെ മനസ്സിൽ തോന്നിയതാ. പക്ഷേ ഈ മരുമോള് വീണ്ടും പറയാണ്, അച്ഛാ, ഞാൻ അമ്മ എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ വിഷമം തീർക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്തോ ആണേലും ഒരു മരുമകൾ എന്ന നിലയിൽ ഈ വീടിൻ്റെ തുണി മൊത്തം നനയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ട് ഡിറ്റർജൻറ്റ് പൗഡറും ബക്കറ്റും ഈ മുഷിഞ്ഞ വസ്ത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പൗഡർ ഈ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് ഈ മുഷിഞ്ഞ തുണിയും ഇട്ട് കൂത്തു വെക്കും. അപ്പോൾ ഞാൻ മനസ്സിൽ എൻ്റെ അമ്മായിമ്മയോടുള്ള വിദ്വേഷം മൊത്തം ഇങ്ങനെ സ്വരൂപിക്കും. എന്നിട്ട് ഞാൻ നിവർന്ന് നിൽക്കുവച്ചാ. നിവർന്ന് നിന്നിട്ട് ഇനി ബാക്കി പറയാൻ പോകുന്ന ഭാഗം ക്രിസോസ്റ്റം തിരുമേനി മർത്തോമാന് ക്രിസോസ്റ്റം എത്ര പോലെ താടേതാ. നിവർന്ന് നിന്നിട്ട് ഞാൻ സങ്കല്പിക്കും, ഈ കല്ല് എൻ്റെ അമ്മായിയമ്മയാണ്. ഈ മുഷിഞ്ഞ വസ്ത്രം ഞാൻ നല്ലവണ്ണം അങ്ങോട്ട് വൃത്തിയായിട്ട് അടിച്ചങ്ങോട്ട് കഴുകും. വസ്ത്രത്തിലെ ചെളിയും പോകും, അമ്മായിയമ്മക്ക് അടി കൊണ്ട പോണക്കും ആകും, എൻ്റെ പിണക്കവും അങ്ങ് മാറിപ്പോകും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വാർദ്ധക്യത്തിൽ കർത്താവേ, ദൈവമേ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന അവസരം, ഈ മീഡിയകളുടെ ഒക്കെ പുറകെ പോയി ഭവനത്തിൽ കലഹങ്ങൾ സൃഷ്ടിക്കാതെ വാർദ്ധക്യത്തിലെ സമാധാനമായി പ്രാർത്ഥനയെ കാണുവാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കാതെ പോയാൽ ജീവിതത്തിന്റെ അപജയം, ജീവിതത്തിന്റെ തിന്മകൾ പലതാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ആശ്വാസം പകരുവാനും പ്രാർത്ഥിച്ച് ആശ്വാസം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കണം. അതിനാണ് നാം എല്ലാം ഇന്ന് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തമ്മിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ രോഗശാന്തി വരും, സൗഖ്യം സംഭവിക്കും. എങ്ങും ഓടേണ്ട കാര്യമില്ല. ഉണ്ടോ? ഒത്തിരി ഓട്ടമാണ് നമുക്കിന്നല്ലേ. ഇന്ന് കാല് പാറിച്ച് മനുഷ്യൻ ഓടുക. പഞ്ചിങ് ക്രൈസ്റ്റിനെ കണ്ടു കഴിഞ്ഞ ദിവസം. എന്താ പഞ്ചിങ് ക്രൈസ്റ്റ്? നിങ്ങൾ തിരുവല്ല നിന്ന് കുമ്പനാട് കോഴഞ്ചേരി പോകുന്ന റൂട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്ന ഒരു വലിയ ഫ്ലെക്സ് ഉണ്ട്.
ഗ്രേസ് ക്രൈസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയും പഞ്ചിങ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ബോക്സിംഗ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൈയിൽ വേദപുസ്തകവും മറ്റു കൈ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇടിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുകയാണ്. പ്രാർത്ഥനയുടെ പുതിയൊരു ഭാവത്തെയാണ് അവിടെ കാണുന്നത്. പ്രാർത്ഥന എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ മോട്ടോ ആയി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ മറ്റൊരുവിനു വേണ്ടി പ്രാർത്ഥിപ്പീൻ, നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതിന് താഴെ പറയുന്നു, രോഗശാന്തി വരാൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തി, മൂപ്പൻ എന്ന വാക്കിന്റെ അർത്ഥം എപ്പിസ്കോപ്പോ, മൂപ്പന്മാരെ വരുത്തി തൈലമൊഴിച്ച് അഭിഷേകം ചെയ്യണം. പക്ഷേ രോഗശാന്തി പറയാനും പാപം മോചിക്കാനും ഈയിടെ ഒരു പ്രസിദ്ധനായ പ്രസംഗകൻ തിരുവല്ല ഷാരോൺ ഹാളിൽ അടുത്ത ദിവസം വീണ്ടും അദ്ദേഹം തുടങ്ങുകയാണ്. എൻ്റെ ഇടവകപ്പെട്ട ഒരാൾ ചെന്നു, ഭാര്യയും ഭർത്താവും കൂടെ, ഭർത്താവിൻ്റെ ക്യാൻസർ മാറണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് ക്യാൻസർ മാറ്റാം, പക്ഷേ 10,000 രൂപ റേറ്റാ. 10,000 രൂപ റേറ്റാ. ഞാൻ പരസ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ദേവസ്യ മുല്ലക്കര എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കൺമുൻപിൽ കണ്ടതും കേട്ടതുമായ കാര്യമാണ്. സ്നേഹിതരെ, തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ മറ്റൊരുവിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് രോഗശാന്തി വരും. നീതിമാൻ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഫലിക്കുന്നു. അതിനാണ് ഈ പുണ്യ പരിശുദ്ധ പിതാവും കർത്താവിന്റെ സ്നേഹന്മാരും സഹോദരന്മാരെയും രക്തസാക്ഷികളെയും നീതിമാന്മാരായി ഗ്രഹിച്ചുകൊണ്ട് നാം നമ്മുടെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നത്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഈ പുണ്യപിതാക്കന്മാര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ താൻ പ്രിയം വെച്ച ദൈവത്തിന്റെ സന്നിധിയിൽ മനസ്സുകളെ ഭരമേൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം, സമാധാനത്തിന്റെ കരം, രോഗസൗഖ്യത്തിന്റെ കരം, ഇതെല്ലാം ഈ പരിശുദ്ധന്മാരുടെ കൂടെയുണ്ട്. ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ, അവിടെ വൈദ്യന്മാരില്ലാതെ പോയോ എന്ന് ചോദിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സമൂഹത്തിനുണ്ടായ ദുരവസ്ഥയാ. പാപം ഏറി ദൈവാരാധന വിഭിന്നമായി പോയപ്പോൾ ഉണ്ടായ ദൈവത്തിന്റെ ചോദ്യമാ. എന്നാൽ സത്യദൈവം, ഏകദൈവം, സത്യവിശ്വാസം, കാതോലികം, ഏകം, പരിശുദ്ധം, അപ്പോസ്തോലികമായ സഭയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പിതാക്കന്മാര് തപനം ചെയ്ത് ജപനം ചെയ്ത് ആർജിച്ച ഈ വിശ്വാസത്തിൽ ദൈവമുണ്ട് എന്ന് കാണുവാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയാണ് യിരെമ്യാ പ്രവാചകത്തിൽ പറയുന്നത്, വലിയ ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റടിക്കുന്നു, ആ കൊടുങ്കാറ്റിൽ ഒരു മൃദു ശബ്ദം കേൾക്കുന്നു, അത് ദൈവമാകുന്നു. അത് പറയാൻ സാധിക്കണം. അതാണ് പ്രാർത്ഥന. ശക്തമായ കൊടുങ്കാറ്റടിക്കുന്നു, അതിൽ മൃദുവായ ഒരു നാദം കേൾക്കുന്നു, ആ മൃദുവായ നാദം എന്ന് പറയുന്നത് ദൈവമാകുന്നു. അതാണ് ജീവിതത്തിന്റെ സാക്ഷ്യവും ജീവിതത്തിന്റെ സമാധാനവുമായി നാം കണക്കാക്കേണ്ടുന്നത്. അതുകൊണ്ട് എങ്ങും കുറ്റിപറിച്ചു പോകണ്ട, ഇവിടെ തന്നെ നിന്ന് പ്രാർത്ഥിക്കുക. നിൽക്കുന്ന ഇടത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ, ചുവട് ഉറപ്പുള്ളതാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ മാരി പോലെ പെയ്യും. അബ്രഹാമിനോട് പറയുന്ന പോലെ, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരികൾ പോലെ. ഒരുവനും എണ്ണുവാൻ സാധ്യമല്ല, ഒരുവനും നിന്നെ അടക്കുവാൻ സാധ്യമല്ല. നിന്റെ അംഗമംഗം, നിന്റെ കായബലമെല്ലാം വളരെ കൂടുതലാ. ഒരു ശക്തിക്കും നിന്നെ തളർത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതിൽ നിന്ന്, ഈ പ്രാർത്ഥനയിൽ നിന്ന് ശക്തി കണ്ടെത്തുവാൻ സാധിക്കണം. 2, പ്രാർത്ഥന നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്ന കാര്യമാണ്. പ്രാർത്ഥന തെറ്റുകളുടെ നേരെ, തെറ്റെന്ന് പറയുമ്പോൾ ഞാൻ പറയും തെറ്റ് ഈക്വൽ ടു മനുഷ്യൻ എന്ന് പറയും. സെന്റ് അഗസ്റ്റിൻ പണ്ട് പറഞ്ഞു, മാൻ ഈസ് എ ലംബ് ഓഫ് സിൻ. മനുഷ്യൻ എന്ന് പറയുന്നത് പാപത്തിന്റെ കൂമ്പാരമാണ്. അത് പിതാക്കന്മാര് മാറ്റി എഴുതി. മനുഷ്യൻ പാപത്തിന്റെ കൂമ്പാരമല്ല, പാപം ദൈവം ക്ഷമിച്ച് അത് നീക്കിക്കളയുന്നവനാ. തെറ്റുകൾ ചെയ്യുന്നവന്റെ നേരെ
കൈ ചൂണ്ടുന്നതാണ് പ്രാർത്ഥന. നമുക്കറിയാം നഥാൻ പ്രവാചകനെ പറ്റി നമുക്ക് വ്യക്തമാണ് അല്ലേ? നഥാൻ പ്രവാചകൻ ഒരിക്കൽ ദാവീദിന്റെ കൊട്ടാരത്തിൽ വന്നു. ദാവീദ് ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചവന്. ദാവീദിന് ചില തെറ്റുകൾ സംഭവിച്ചു. തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മർമ്മം, പ്രാർത്ഥന എന്ന് പറയുന്നത് നല്ല അഭ്യർത്ഥന, പ്രാർത്ഥന, പ്ര എന്ന വാക്ക് ഗുഡ്, നല്ലത്, അർത്ഥന എന്ന് വെച്ചാൽ അപേക്ഷ, നല്ല അപേക്ഷ എന്നാണ് പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം. ദൈവവുമായി ദാവീദിന് ഒരു പ്രാർത്ഥന ഉടമ്പടി ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ദാവീദിന്റെ ശക്തിയാ നിന്ന ഉടമ്പടി അതാണ്, ദൈവവുമായുള്ള ദാവീദിന്റെ പ്രാർത്ഥന ഉടമ്പടി. അതിന് വിള്ളൽ സംഭവിച്ചു. തൻ്റെ കൂടെ നിന്ന ഊരിയാവിന്റെ ഭാര്യയായ ബേർഷേബയിൽ ആഗ്രഹം തോന്നി. ദാവീദ് ബേർഷേബയെ പരിഗ്രഹിച്ചു. ഊരിയാവിനെ കുതന്ത്രത്തിലൂടെ കൊന്നു. അവിടെ ദൈവത്തിന്റെ സംഹാരം, ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ. തന്റെ പ്രാർത്ഥനയുടെ ലംഘനം സംഭവിച്ചപ്പോൾ നഥാൻ പ്രവാചകൻ പുരോഹിതനുമായിരുന്നു, പ്രവാചകനുമായിരുന്നു. അദ്ദേഹം ദാവീദിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് പറയുന്നത്: ഒരു ദേശത്ത് വലിയൊരു പ്രമാണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തൊഴുത്തിൽ 100 കണക്കിന് ആടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഒരുവൻ, അവന്റെ വീട്ടിൽ അവൻ സ്വന്തം പെൺമകളെ പോലെ പോറ്റി പുലർത്തിയ ഒരു കുഞ്ഞാടുണ്ടായിരുന്നു. സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ച്, സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് ഓമനിച്ചുളർത്തിയ ഒരു പെണ്ണാട് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞാട് ഉണ്ടായിരുന്നു. ഈ ധനികന്റെ വീട്ടിൽ ഒരു വിരുന്നുവാഴി വന്നപ്പോൾ ഈ ധനികൻ അവന്റെ തൊഴുത്തിലെ 100 കണക്കിന് ആടുകളെ ഉപേക്ഷിച്ച് തന്റെ പെൺമകളെ പോലെ സ്നേഹിച്ച ഈ അയൽവാസിയായവന്റെ കുഞ്ഞാടിനെ പാകം ചെയ്ത് അവന് വിരുന്ന് കഴിച്ചു. നഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞതാ. ദാവീദിന് കോപമുണ്ടായി. ദാവീദ് പറഞ്ഞു, ആ മനുഷ്യൻ ജീവിച്ചിരിക്കുവാൻ സാധ്യമല്ല, അവൻ ആരാകുന്നു? ഇവിടെയാണ് പ്രാർത്ഥനയുടെ ശബ്ദം. നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും സമുന്നതമായ ഭാവം. തെറ്റുകളുടെ നേരെ കൈവിരൽ ചൂണ്ടും പ്രാർത്ഥന. സ്നേഹിതരെ, ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾക്കും തെറ്റുകൾക്കും പരിഹാരമായി എത്രയോ പ്രാവശ്യം ദൈവത്തിന്റെ കരം നമ്മുടെ നേരെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ദൈവത്തിന്റെ ശബ്ദം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആ മനുഷ്യൻ നീയാകുന്നു. എന്തേ നിനക്കൊരു തിരിച്ചറിവുണ്ടാകാത്തത്? എന്താണ് നിനക്കൊരു പുനരൈക്യം, പുതുക്കമുണ്ടാവാത്തത്? അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാകണം. ഖൽദായ രാജാവായ ബേൽശസ്സറിന്റെ അടുക്കൽ ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം പുറപ്പെട്ടു ചെന്ന് ഭിത്തിയിൽ ഇപ്രകാരം എഴുതി, മെനേ മെനേ തേക്കൽ ഓഫർസീർ. എന്താ അർത്ഥം? ഞാൻ നിന്നെ തുലാസിൽ അളന്നു നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ന്യായവിധിയുടെ കരം കൽദായ രാജാവായ ബേൽശസ്സറിന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് പറഞ്ഞതാണ്, നിന്നെ കുറവുള്ളവനായി തുലാസിൽ അളന്നു നോക്കിയപ്പോൾ കുറവുള്ളവനായി നിന്നെ കണ്ടിരിക്കുന്നു. സ്നേഹിതരെ, ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി, ഇതാണ് പ്രാർത്ഥനയുടെ സന്ദേശം. നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്ന ദൈവത്തിന്റെ കരമാണ് പ്രാർത്ഥന. ദൈവത്തെ നമ്മെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ്, കൊളുത്താണ് പ്രാർത്ഥന. എന്നും എപ്പോഴും എവിടെയും എങ്ങനെയും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നേരെ നിൽക്കുന്ന കരത്തെ പറ്റി ബോധ്യമില്ലാതെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യോബിനെ പറ്റി പറയുന്നത്, യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വാക്യത്തിൽ സുന്ദരമായ ഒരു ആവിഷ്കാരമുണ്ട്. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. അവന് മുമ്പേ ഉണ്ടായിരുന്നതെല്ലാം ഇരട്ടിയായി അവന് കൊടുത്തു.
യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതെല്ലാം ഇരട്ടിയായി യോബിന് കൊടുത്തു. എന്താണ് പ്രാർത്ഥനയ്ക്ക് മാറ്റുകൂട്ടാത്തത്? എന്താണ് പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകാത്തത് എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാകും. പറയും പലപ്പോഴും, എൻ്റെ ആഗ്രഹം എന്റേത് മാത്രം, അവനെ നോക്കണ്ട എന്ന് പറയും. അതല്ല, പരസ്പരം സ്നേഹത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഉണ്ടാകുന്നുവെങ്കിൽ യഹോവ സ്ഥിതിക്ക് മാറ്റം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നെല്ലാം ഇരട്ടിയായി യോബിന് കൊടുത്തുപോലെ നമുക്കും ലഭിക്കും എന്നുള്ള ബോധ്യവും നമുക്ക് ഉണ്ടാവേണം എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഇടപെടാതെ പ്രാർത്ഥിപ്പീനെന്ന് 1 തെസ്സലോനിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പ്രബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ മുറിഞ്ഞു പോകാത്ത കണ്ണികളായി നമുക്ക് തീരാം. പത്രോസിന്റെ 3ാമത്തെ പരാജയം, തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന 3ാമത്തെ പരാജയം, യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്ത പത്രോസ് 3ാമതൊരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, 3ാമത്തെ തെറ്റിന് നമുക്കിങ്ങനെ പേര് കൊടുക്കാം: പത്രോസ് അകലെ മാറി അനുഗമിച്ചു. 1, സ്വയത്തിലുള്ള അമിതമായ വിശ്വാസം. 2, പ്രാർത്ഥനയെ അവഗണിച്ച സുഖസുഷുപ്തിയിൽ. 3, പത്രോസ് അകലെ മാറി അനുഗമിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പത്രോസ് ഒരു കള്ളനെ പോലെയായിരുന്നു. പത്രോസ് ഒരു കള്ളനെ പോലെയാ. ക്രിസ്തുവിന്റെ കുരിശു വഹിക്കാൻ വന്നില്ല. അവൻ മാറി മാറി ഒളിച്ചൊളിച്ച് നടന്നു. എന്താണ്? ക്രിസ്തുവിനെ അകലെ മാറി അവൻ അനുഗമിച്ചു. ക്രിസ്തുവിന്റെ ജീവിതം നശിക്കുവാൻ പോകുന്നു, ക്രിസ്തു മരിക്കുവാൻ പോകുന്നു, ഞാനും അവന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ക്രിസ്തുവിന് സംഭവിക്കുന്ന പോലെ ഒരു കുരിശുമരണമാവാം എനിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന ആഗ്രഹത്തോടെ പാത്ത് ആര് നടന്നു? പത്രോസ് നടന്നു. ക്രിസ്തുവിനെ അകന്നു മാറി അനുഗമിക്കുന്ന പത്രോസ്. ഇത് നമ്മിലുമുള്ള ഒരു സ്വഭാവമാണ്. ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോ, ജീവിതത്തിന്റെ താളത്തിന് ഒരു വ്യതിയാനം ഉണ്ടാകുമ്പോൾ ദൈവം വേണ്ട എന്നുള്ള ധാരണയോടെ പലപ്പോഴും മാറി നടക്കുന്നവരുണ്ട്. ഒരുപാട് ധനത്തിന്റെ ആധിക്യമേറുമ്പോൾ, എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നു കഴിയുമ്പോൾ ചിന്തിക്കുന്ന ഒരു കൂട്ടരാണ് ഇനിയും ദൈവം വേണ്ട. ഇവിടെ പത്രോസ് കാണിക്കുന്നത് തന്റെ ജീവിതം സുരക്ഷിതമാക്കുവാൻ നോക്കുന്ന പത്രോസ് ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക. തന്റെ ജീവിതത്തിന് സുരക്ഷ വേണം, അതുകൊണ്ട് എന്തു വേണ്ട? ക്രിസ്തു വേണ്ട. അതുകൊണ്ടാണ് താൻ ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് കൂടെ വരാഞ്ഞത്. മാറി മാറി പാത്ത് പത്രോസ് നടന്നത്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുമില്ലേ സ്നേഹിതരെ? ജീവിതത്തിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എത്രയോ ഓട്ടങ്ങൾ നമ്മൾ ഓടുന്നുണ്ട്. ജീവിതത്തിൽ ക്രിസ്തുവിനെ ഒരു ദൂരക്കാഴ്ചക്കാരനെ വെച്ചുകൊണ്ട് ക്രിസ്തു ഒന്നും അറിയുന്നില്ല എന്നുള്ള ധാരണയോടെ എത്രയോ പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. ഈ ലോകം, ഈ ഭൂമിയെ പറ്റി പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുമ്പോൾ, ഈ സമൂഹത്തിൽ, ഈ സമകാലിക ലോകത്തിൽ നടക്കുന്ന പാപത്തിന്റെയും തിന്മയുടെയും തെറ്റുകളുടെയും ആധിക്യത്തിന്റെ കാരണമെന്ന് പറയുന്നത് ക്രിസ്തു ദൂരക്കാഴ്ചയായി നിൽക്കുമ്പോഴാണ്. ക്രിസ്തു കൂടെയുള്ള ജീവിത സാഹചര്യമുണ്ട് എങ്കിൽ ഇത് ഏതെന്റെ പർദീസായ, അവിടെ പ്രശ്നമൊന്നുമില്ല. പഴയ നിയമ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം എല്ലാ ദിവസവും വെയിലാറുമ്പോൾ മനുഷ്യനെ കാണുവാനായിട്ട് തോട്ടത്തിൽ വരും. എല്ലാ ദിവസവും മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് യഹോവയായ ദൈവം തോട്ടത്തിൽ വരും. ദൈവത്തിന്റെ കാലച്ച മനുഷ്യൻ കേൾക്കുമ്പോൾ അവൻ ഓടി വരും. ദൈവം വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ദൈവം വിളിക്കത്തില്ല മനുഷ്യനെ. പക്ഷേ തോട്ടത്തിൽ ദൈവത്തിന്റെ കാൽപരിമാറ്റം കാലച്ച കേൾക്കുമ്പോൾ മനുഷ്യന് ബോധം വരും. എന്താ? ദൈവം വന്നിട്ടുണ്ട്. മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലും. ദൈവവും മനുഷ്യനും തമ്മിൽ തോട്ടത്തിൽ ഉലാത്തും.
എന്നാൽ പാപം ചെയ്തു, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, ദൈവത്തെ പോലെ ആകാമെന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു. അന്ന് തോട്ടത്തിൽ ദൈവം വന്നു. മനുഷ്യൻ ദൈവത്തിന്റെ കാലൊച്ച കേട്ടു. ഓടി വന്നോ? ഇല്ല. മനുഷ്യൻ പോയി പാത്തിരുന്നു, ഒളിച്ചിരുന്നു. ഈ പത്രോസിനെ പോലെ താൻ തെറ്റുകാരനാണെന്ന് ബോധ്യം ഉണ്ടായി. അവിടെയാണ് ദൈവം വിളിക്കുന്നത്, ആദമേ ആദമേ നീ എവിടെ? ആദ്യത്തെ വിളി. ദൈവത്തിന് അറിയാം മനുഷ്യൻ തെറ്റ് ചെയ്തു, മനുഷ്യൻ പാത്തിരിക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ ദൈവം അവിടെ മനുഷ്യനെ വിളിച്ചു, പൂഴി പൂഴി നീ എവിടെ? ആദം എന്ന വാക്കിന്റെ അർത്ഥം ചുവന്ന മണ്ണുള്ളവൻ അല്ലെങ്കിൽ പൂഴി എന്നാണ് അർത്ഥം. ദൈവം അവിടെയാണ് മനുഷ്യന്റെ നിസ്സാരതയെ വെളിപ്പെടുത്തി തരുന്നത്. നീ മണ്ണാകുന്നു, അല്ലേ? അവസാനം പട്ടക്കാരൻ മുഖം മൂടിക്കഴിഞ്ഞിട്ട് തൈലമൊഴിച്ചു കഴിഞ്ഞിട്ട് ഒരു വാക്ക് പറയും, ഉർസ്ലേം സിബിയോനത് മോറാൻ, നീ മണ്ണാകുന്നു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, തെറ്റ് ചെയ്തപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു മാറി നടന്നപ്പോൾ ദൈവം വിളിച്ച വിളി. ഇന്നും ആ വിളിയുണ്ട്. എന്തിന്? മടങ്ങി വരാൻ, റിക്കൺസിലിയേഷൻ, അനുതാപത്തിലേക്ക് വരുവാൻ. അകലമാറി നടക്കുകയല്ല, ക്രിസ്തുവിനൊപ്പം നടക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ദൈവമേ തരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ജീവിക്കാം. അതുകൊണ്ട് ക്രിസ്തുവിനെ വിട്ടുള്ള യാത്ര നമുക്ക് പാടില്ല. ക്രിസ്തുവിനൊപ്പം, അവൻ എൻ്റെ നിഴലായി, അവൻ എൻ്റെ പ്രത്യാശയായി, അവൻ എൻ്റെ താങ്ങായി, അവൻ്റെ തണലായി, എൻ്റെ സർവസ്വമായി ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടാവട്ടെ.